ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എന്തുണ്ട് വിശേഷമൊക്കെ? ആദ്യമായി എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ നേർന്നു നൽകുന്നു. ഇപ്രാവശ്യവും ഞാൻ ക്രിസ്മസിൻ്റെ തന്നെ ഒരു ഡിഷാണ് ഉണ്ടാക്കുന്നത്. ക്രിസ്മസ് പുഡിങ്, അല്ലെങ്കിൽ ഇതിനെ പ്ലം പുഡിങ് എന്നൊക്കെ പറയും. ഇത് സ്റ്റീം ചെയ്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ക്രിസ്മസ് നമ്മളുണ്ടാക്കുന്ന പ്ലം കേക്കിൻ്റെ എല്ലാ സാധനങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ 1-2 സാധനങ്ങൾക്ക് മാത്രം ഇച്ചിരി വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് ഈ ക്രിസ്മസ് പുഡിങ് ഉണ്ടാക്കുന്നതെന്ന്. പിന്നെ അതുപോലെ തന്നെ ഈ ക്രിസ്മസ് പുഡിങ് കഴിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. അതിന് വേണ്ട സാധനങ്ങളൊക്കെ നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ക്രിസ്മസ് പുഡിങ് കഴിക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് എൻ്റെ അടുക്കളയിലേക്ക് പോകാം ക്രിസ്മസ് പുഡിങ് ഉണ്ടാക്കാൻ. നമ്മുടെ പുഡിങ് ഒരു 3/4 കിലോയോളം കാണും നമ്മൾ ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക്. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർക്കാം. ഇനി നമുക്ക് വേണ്ടത് ഡാർക്ക് ബ്രൗൺ ഷുഗറാണ്. ഒരു 1/4 കപ്പ് മതി, അധികം മധുരത്തിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ളു ഉപ്പ്, ഒരു പിഞ്ച് മതി, അത്രയും മാത്രം ഉപ്പും ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് അല്പം സ്പൈസസിൻ്റെ പൗഡറാണ്. അപ്പം ഞാനിവിടെ സ്പൈസസിലെടുത്തിരിക്കുന്ന നട്ട്മഗും സിനമണും ക്ലോവ്സുമാണ്. അത് 3 കൂടി അല്പം പഞ്ചസാരയിൽ മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത് അതോടെ ഇതിൻ്റെ കൂടെ ചേർക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കുക. ഇതിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ നട്ട്സും ഫ്രൂട്ട്സും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഡ്രൈ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം കൂടെ നമ്മൾ ഫ്രൂട്ട് ജ്യൂസിലാണ് സോക്ക് ചെയ്യുന്നതെങ്കിൽ 1 ദിവസം മുന്നേ സോക്ക് ചെയ്താൽ മതി. അപ്പം നമുക്ക് നാളെ പുഡിങ് ഉണ്ടാക്കണമെങ്കിൽ ഇന്ന് സോക്ക് ചെയ്ത് വയ്ക്കാം. പിന്നെ ആൽക്കഹോളിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നേരത്തെ തന്നെയൊക്കെ ചെയ്ത് വെക്കാം, ഒരു 1 മന്ത് മുന്നേ ഒക്കെ ചെയ്ത് വെക്കാം. അപ്പം ഞാനിത് ആൽക്കഹോളിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. സോക്ക് ചെയ്ത് ഫ്രൂട്ട്സൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്കിനി അതിലേക്ക് 2 മുട്ട ഒഴിച്ചു കൊടുക്കാം. മുട്ടയുടെ കൂട്ടത്തിൽ തന്നെ അല്പം ഒരു 2-3 തുള്ളി വാനില എസൻസും കൂടെ ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. മുട്ട ഇട്ട് കഴിഞ്ഞ് നമുക്കിനി ഇതിനകത്തേക്ക് 1/4 കപ്പ് ബ്രെഡിൻ്റെ പൊടി ചേർക്കണം. 2 സ്ലൈസ് ബ്രെഡ് എടുത്ത് മിക്സിക്കകത്തൊന്ന് പൊടിച്ച് അത് ചേർത്താൽ മതി. മറ്റേ ബ്രെഡ് ക്രംസ് മേടിക്കുന്നത് ഇടരുത്. ഇനി നമുക്ക് വേണ്ടത് മൊളാസസ് ആണ്. ഇത് സൂപ്പർ മാർക്കറ്റിൽ ഒക്കെ കിട്ടും. ഇതിൻ്റെ ഒരു 1/4 കപ്പ് മൊളാസസും കൂടെ വേണം നമുക്ക് ഈ പുഡിങ് ഉണ്ടാക്കാനായിട്ട്. ഒരു 1/4 കപ്പ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/4 കപ്പ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് ബട്ടറും ചേർക്കാം. ബട്ടർ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ ടെക്സ്ചർ ഓയിൽ ചേർക്കുമ്പോഴാണ് നല്ലത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഓയിലാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം, എന്താണെങ്കിലും. 1/4 കപ്പിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം ബ്രാൻഡി കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 20-25 ml മതി. ആൽക്കഹോൾ ഉപയോഗിക്കേണ്ടാത്തവർക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട് ജ്യൂസിൻ്റെ ബാക്കി കാണും, അപ്പോൾ അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് പുഡിങ് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ പുഡിങ് ഉണ്ടാക്കുന്ന സ്ക്വയർ ഷേപ്പിലുള്ള ട്രേയിലൊക്കെയാണ്. പക്ഷേ ഈ പുഡിങ് നമ്മൾ ഇതുപോലെയുള്ള ഈ ഷേപ്പിലുള്ള പാത്രമാണ് ഉണ്ടാക്കാനായിട്ട്. അത് എൻ്റെ ട്രഡീഷണൽ രീതി അങ്ങനെയാണ്. അല്പം എണ്ണയൊന്ന് പുരട്ടി ഒന്ന് ഗ്രീസ് ചെയ്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാത്രം നന്നായിട്ട് കവർ ചെയ്യണം. നമ്മളിത് സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്. അപ്പം ഇതിനകത്ത് വെള്ളമൊന്നും പോകരുത്. ആദ്യം നമുക്ക് ഇച്ചിരി ബട്ടർ പേപ്പർ മേളിലിട്ട് ഇതൊന്ന് കവർ ചെയ്യാം. അത് കഴിഞ്ഞ് 1-2 ലെയർ ഫോയിൽ പേപ്പർ കൊണ്ട് നന്നായിട്ട് കവർ ചെയ്ത് സ്റ്റീം അകത്ത് കയറാത്ത പോലെ നന്നായിട്ട് കവർ ചെയ്തിട്ട് നല്ല സെക്യൂർ ആക്കി വെക്കണം. പുഡിങ് സ്റ്റീം ചെയ്യാൻ വേണ്ടി ഞാൻ ഇപ്പോൾ ഇവിടെ അപ്പച്ചമ്പാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ നിറച്ചും വെള്ളം ഒഴിക്കണം അപ്പച്ചമ്പിനകത്ത്. എന്നിട്ട് അതിൻ്റെ തട്ടങ്ങോട്ട് വെച്ചിട്ട്
നമ്മുടെ പുഡിങ്ങിൻ്റെ ട്രേ ഇറക്കി വെക്കണം. വെള്ളം കൂടുതൽ ഒഴിക്കാൻ പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ്. നമ്മൾ ഈ പുഡിങ് 2 മണിക്കൂർ നേരം നമുക്കിത് സ്റ്റീം ചെയ്യണം. അതും ഒരുവിധം നല്ല ഫ്ലെയിമിൽ, അതായത് ലോ ഫ്ലെയിമിൽ വെക്കാൻ പറ്റത്തില്ല, നല്ല ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. എന്നാലേ ഉള്ളൂ നന്നായിട്ടത് സ്റ്റീം ആവുള്ളകത്ത്. അപ്പം ഏറെ വെള്ളം വെക്കണം. അപ്പം നമ്മൾ കുറച്ച് വെള്ളം വെച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂർ നേരത്തേക്ക് സ്റ്റീം നിൽക്കത്തില്ല, പാത്രം കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഏറെ വെള്ളം വെക്കുന്നത്. അപ്പം ഇനി ഈ പാത്രം കൊണ്ട് ഇറക്കി വെച്ച് നമുക്ക് നമ്മുടെ പുഡിങ് സ്റ്റീം ചെയ്യാം. ഇപ്പോൾ ഇതിവിടെ 2 മണിക്കൂർ കഴിഞ്ഞു. നമുക്ക് പുഡിങ് ട്രേ എടുത്ത് ഇതിൻ്റെ കവറെല്ലാം മാറ്റി ഇതവിടെ തണുക്കാനായിട്ട് വയ്ക്കാം. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഡീമോൾഡ് ചെയ്യാം. തണുക്കട്ടെ ഇനി ഇത്. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് ഡീമോൾഡ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് കഴിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. അതെങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത്? അതായത് നമുക്ക് ഒരല്പം ബ്രാൻഡി എടുത്ത് കുഴിവുള്ള ഏതെങ്കിലും ഒരു സ്പൂണിലേക്ക് ഒഴിച്ചിട്ട് അത് ഒരു ക്യാൻഡിൽ കത്തിച്ച് അതിലേക്ക് പിടിച്ചതുപോലെ ചൂടാക്കണം. ഓക്കെ, ഇത് നന്നായിട്ട് ചൂടായി വന്ന് കഴിയുമ്പോൾ പതുക്കെ സ്പൂണൊന്ന് ചെരിച്ച് കഴിയുമ്പം ഫ്ലെയിം അത് ആൽക്കോൾ കത്താൻ തുടങ്ങും. അപ്പോൾ അത് നമ്മൾ ഈ പുഡിങ്ങിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ കണ്ടോ, ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് അത് തന്നെത്താനെ കത്തിത്തീരും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് മുറിച്ച് ഐസ്ക്രീമിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. ഇങ്ങനെയാണ് ഈ പുഡിങ് കഴിക്കുന്നത്. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഈ പുഡിങ് കഴിക്കേണ്ട രീതിയും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഈ ക്രിസ്മസിനൊരു വെറൈറ്റി ആയിട്ട് ഇതുണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റാണ്. നിങ്ങളുണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക. ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊള്ളുന്നു. അപ്പം അടുത്തൊരു വീഡിയോ ഇടുന്നത് വരെ എല്ലാവർക്കും ബൈ.